പ്രധാനപ്പെട്ട കൃഷി രീതികൾ ഏതെന്നറിഞ്ഞാൽ മാത്രമേ നമ്മൾ അവലംബിക്കുന്ന കൃഷിരീതി ഏതാണെന്നും ശാസ്ത്രീയമായി അതിനെ ഏത് കാറ്റഗറിയിൽ പെടുത്തി അവലോകനം ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കൃഷി രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പരമ്പരാഗത കൃഷി, അതായത് ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ്. നാട്ടുവളങ്ങൾ, മഴവെള്ളം, പ്രകൃതിദത്തമായ രീതികൾ, നമ്മുടെ പാരമ്പര്യമായ തലമുറകളെ കൈമാറി പോരുന്ന സ്വാഭാവികമായ അറിവും ജ്ഞാനവും ഒക്കെ ഉപയോഗിച്ച് ഏത് അറിവില്ലാത്തയാൾക്കും വ്യക്തമായി ചെയ്യാവുന്ന പാരമ്പര്യമായി കൈമാറുന്ന കൃഷിരീതികൾ. അത് പൊതുവെ എല്ലായിടത്തും അവലംബിക്കപ്പെടുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ ഓർഗാനിക് കൃഷി രീതി. അവിടെ രാസവളങ്ങളും കീടനാശിനികളും മുഴുവൻ ഒഴിവാക്കി നമ്മൾ കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ജൈവവളങ്ങൾ, കമ്പോസ്റ്റ്, അതിനുവേണ്ടിയുള്ള കൃത്യമായ കമ്പോസ്റ്റിംഗ് മെത്തേഡ്സ്, പ്രകൃതിദത്തമായ കീടനിയന്ത്രണം, മിത്രകീടങ്ങളെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫെറമോൺ കെണി മുതലായ രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കൃഷി രീതി, അത് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ മെത്തേഡുകളാണ്. അടുത്തതാണ് ഗ്യാപ്പ് ഫാമിംഗ്, ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്. ഭക്ഷ്യസുരക്ഷയും ഗുണമേന്മ ഉറപ്പാക്കുന്ന രീതികളാണ്. അതിൽ നിയന്ത്രിതമായ രാസവസ്തുക്കളുടെ ഉപയോഗം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി, ഓർഗാനിക് ഫാമിങ്ങിൽ പശുവിൻ്റെ ചാണകവും മൂത്രവും യൂറിയയുടെ പ്രധാനപ്പെട്ട സോഴ്സായിട്ട് ഉപയോഗിക്കുകയും അതോടൊപ്പം ചിലപ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ ഉപയോഗിച്ച് യൂറിയ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഗ്യാപ്പ് ഫാമിങ്ങിൽ ഫാക്ടറിയിൽ നിന്ന് ലഭിക്കുന്ന യൂറിയ തന്നെ ചിലപ്പോൾ കമ്പോസ്റ്റിൻ്റെ കൂടെയും അപ്ലൈ ചെയ്ത് നൈട്രജൻ്റെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതാണ് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു വ്യത്യാസം. അടുത്തത് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആധുനിക കൃഷിരീതി, ഇൻറ്റൻസീവ് മെത്തേഡ്. അതിൽ മെഷീനുകൾ, ഹൈബ്രിഡ് വിത്തുകൾ, രാസവളങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഉയർന്ന വിളവെടുപ്പ്, ഏത് വിധേനയും നല്ല വിളവെടുപ്പിന് വേണ്ടി മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന രീതി. അടുത്തത് അഗ്രോ ഫോറസ്ട്രി എന്നുള്ള മെത്തേഡ്. മരങ്ങളും വിളകളും ഒരുമിച്ച് വളർത്തി മണ്ണ് സംരക്ഷണം സാധിക്കുക, അതോടൊപ്പം തന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. സ്വാഭാവികമായ മണ്ണിൻ്റെ രീതിയും ഘടനയും പുനഃസ്ഥാപിച്ചുകൊണ്ട് വിളവ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് അഗ്രോ ഫോറസ്ട്രിയിൽ. അടുത്തത് ഹൈഡ്രോപോണിക്, അക്വാപോണിക്സ് മെത്തേഡുകൾ. മണ്ണില്ലാതെ കൃഷിരീതി, അത് വെള്ളത്തിൽ തന്നെയായിരിക്കും. ചിലപ്പോൾ വെള്ളത്തിൽ രാസവളങ്ങളായിരിക്കും കൊടുക്കുക. അതോടൊപ്പം ചിലപ്പോൾ അക്വാപോണിക്സിലാണെങ്കിൽ മത്സ്യകൃഷിയും അതിൽ നിന്നുള്ള വളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സസ്യകൃഷിയും എല്ലാം ചേർന്നുള്ള രീതികളാണ് ഹൈഡ്രോപോണിക്സിലും അക്വാപോണിക്സിലും ഉപയോഗിക്കുക. അടുത്തത് പ്രസിഷൻ ഫാമിംഗ്. വളരെ സ്മാർട്ടായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ, സെൻസറുകൾ, ഡാറ്റ ടെക്നോളജി മുതലായവ ഉപയോഗിച്ച് കൃത്യമായ വളവും വെള്ളവും ഉപയോഗിക്കുക. അവിടെ രാസവള പ്രയോഗം പോലും വളരെ പ്രസിഷനോടെയായിരിക്കും ഉപയോഗിക്കുക. അതായത് ഡ്രോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ഫംഗസ് ബാധയുള്ളിടത്ത് മാത്രം രാസവളങ്ങൾ, പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം ചിലപ്പോൾ 10-1, 100-1 ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള വളരെ കൃത്യമായ രീതി. വെള്ളം വേസ്റ്റ് ആകുന്നില്ല. മണ്ണ് പരിശോധനയൊക്കെ നടത്തി ആവശ്യമുള്ള വളം മാത്രം കൃത്യമായിട്ട് കൊടുക്കുന്നു. അവിടെ നൈട്രജൻ ആവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കുന്നു. വെറുതെ പൊട്ടാഷ് ചേർക്കുകയില്ല, വെറുതെ NPK ഒന്നും ചേർക്കുകയില്ല. ആവശ്യമുള്ളത് മാത്രം ആവശ്യമായ രീതിയിൽ ചേർത്ത് കൊടുക്കുന്ന രീതി. അതോടൊപ്പം മറ്റൊരു മെത്തേഡാണ് വെർട്ടിക്കൽ ഫാമിംഗ്. കെട്ടിടത്തിനുള്ളിൽ പല നിലകളിൽ വിളകൾ കൃഷി ചെയ്യുന്ന രീതി. വെള്ളം കുറച്ച് ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെയോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി ലൈറ്റ് കൊടുത്തുകൊണ്ടൊക്കെ ആയിട്ടുള്ള വെർട്ടിക്കൽ ഫാമിംഗ്. അടുത്തത് കൺസർവേഷൻ അഗ്രികൾച്ചർ. മണ്ണ് സംരക്ഷണം, വളരെ കുറഞ്ഞ രീതിയിൽ ഉഴവ് നടത്തുക, തെങ്ങിൻ്റെ തടവൊന്നും അനാവശ്യമായിട്ട് തുറക്കാതിരിക്കുക മുതലായ രീതികൾ ചെയ്തുകൊണ്ടുള്ള മെത്തേഡാണ് കൺസർവേറ്റീവ് ഫാമിംഗ് എന്ന് പറയാവുന്നത്. അടുത്ത് പെർമാകൾച്ചറുണ്ട്. പ്രകൃതിയുടെ ചക്രം, പ്രകൃതിയുടെ രീതി അനുസരിച്ച് സുസ്ഥിരമായ പരിസ്ഥിതി സൗഹൃദമായ കൃഷിയാണ് പെർമാകൾച്ചർ. പ്രകൃതിയെ ആയിരിക്കും വിളവിനും അറിവിനും വേണ്ടി ആശ്രയിക്കുക. പ്രകൃതിയുടെ ചക്രത്തിനനുസരിച്ച് മനുഷ്യനും കൂടെ പ്രകൃതിയെ വെല്ലുവിളിക്കാതെ രീതികളോട് ചേർന്ന് മണ്ണിനും വളത്തിനും കാറ്റിനും മഴയ്ക്കും വെയിലിനും ഒക്കെ അനുസരിച്ചുള്ള ശാസ്ത്രീയമായ രീതികളൊക്കെ തന്നെയാണ് അതിൽ. ആർട്ടിഫിഷ്യലായിട്ടുള്ള മെത്തേഡുകളില്ല, പക്ഷേ ശാസ്ത്രീയമായ രീതികളായിരിക്കും അവലംബിക്കുക. സൂര്യനും ചന്ദ്രനും പോലും അക്കാര്യത്തിൽ പ്രധാനമായിരിക്കും. മഴയും വെള്ളവും കാലാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള കൃഷിരീതി. ഈ പ്രധാനപ്പെട്ട കൃഷിരീതികളാണ് നമുക്ക് പറയാവുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, പാലേക്കർ മെത്തേഡ്, സീറോ ഫാമിംഗ് മെത്തേഡുകൾ, ഇതൊക്കെ എവിടെ വരും? ട്രഡീഷണൽ ഫാമിങ്ങിൻ്റെ പുതിയ വേർഷൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം സീറോ ഫാമിങ്ങിലും ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ഫാമിങ്ങാണ് വരിക. പക്ഷേ ഈ കൃഷിരീതികളിൽ പ്രധാനപ്പെട്ടതിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ട്രഡീഷണൽ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പല മെത്തേഡുകളാണ് പാലേക്കറിലും സീറോ ഫാമിങ്ങിലൊക്കെ നാം കണ്ടുവരുന്നത്.